അതിരമ്പള്ളി വാഴശാല എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിരമ്പള്ളിയിലെ വാട്ടർഫോൾസാണ് ഈ കാണുന്നത്. ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി എന്തോരം ആൾക്കാരെ വന്നിരുന്നത്. ഇപ്പം ചാലക്കുടി ടൗണിൽ പുലി ഇറങ്ങിന്ന് ആ ന്യൂസ് അങ്ങോട്ട് വന്നതിന് ശേഷം ഈ ഭാഗത്ത് വളരെ കുറച്ച് ആൾക്കാരെ വരുന്നുള്ളൂ. ഈ വരുന്നത് തന്നെ മലയാളികൾ കുറവാണ്. കുറച്ച് തമിഴരും പിന്നെ കുറച്ച് ആന്ധ്രാക്കാരെയൊക്കെ തന്നെയാണ് ഞങ്ങളവിടെ കണ്ടത്. മലയാളത്തിൽ സംസാരിക്കുന്ന വളരെ വിരളമായ ആൾക്കാരെ കണ്ടുള്ളൂ. മുമ്പൊക്കെ ടൂറിസ്റ്റ് ബസ്സുകൾ കൊണ്ടും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ടും മുട്ടിയിട്ടും നടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഈ ന്യൂസ് ഇപ്പം ഈ പുലി വന്നു അല്ലെങ്കിൽ അവിടെ പുലിയെ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പം ഏകദേശം ആൾക്കാർക്കും അറിയാം ഇത് ഇവിടുന്ന് വരുന്ന ആയിരിക്കും. ഇതല്ലേ ഇവിടുത്തെ അടുത്ത് കിടക്കണ ചാലക്കുടി ടൗണിനടുത്ത് കിടക്കുന്ന ഒരു കാടെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഇതാണ് കാട്. പിന്നെ ഇവിടെ ആന വരലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ അവിടെ എങ്ങാണ്ട് ആനയും ഒരു കുട്ടിയും കൂടെ വന്ന് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഞങ്ങളും ചെന്നു. പക്ഷെ ആനയൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ട് ഈ ഭാഗത്തൊക്കെ. പിന്നെ ഒറ്റയ്ക്ക് ആയിട്ടൊക്കെ ഒരു വണ്ടികളൊക്കെ അങ്ങനെ കടന്നു പോകുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇറങ്ങി നിന്ന് നോക്കാനോ എടുക്കാനോ പേടിയായി. ഈ ഭാഗത്ത് ആന വരലുണ്ട്. ഇപ്പോൾ ആന ഒത്തിരി ആയിട്ട് വരുന്നുണ്ടെന്ന് പിന്നെ അവിടെയുള്ള കച്ചവടക്കാരൊക്കെ പറഞ്ഞു. കച്ചവടക്കാർക്കൊന്നും ഒരു കച്ചവടവും ഒഴിഞ്ഞ് ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുങ്ങളങ്ങനെ ഇരിക്കുക. അപ്പോൾ അതുങ്ങൾ പറഞ്ഞു ഇപ്പോൾ ആളും ബഹളോ ഒച്ചയും വിളിയൊന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ കുറച്ച് ജനങ്ങളെ വരുന്നുണ്ട്. അതുകൊണ്ട് ശാന്തമായി കിടക്കുന്നതുകൊണ്ടാവാം ആനക്കുട്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തവിടെ എങ്ങാണ്ട് ഒരു കിണറ്റിൽ ഒരു പുലി വീണല്ലോ ഒരു വീട്ടിൽ. അത് കാരണം ആ പുലി വീണ വീട്ടിലെ പെണ്ണുമ്പിള്ള എപ്പോഴും ഈ തെരുവിലൊക്കെ വന്നിട്ട് കുറേ തെരുവ് പട്ടികളെയൊക്കെ പിടിച്ച് വണ്ടിയിലിട്ടുകൊണ്ട് പോകുന്നു. എന്നിട്ട് വളർത്തുന്നു ചോറൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചാൽ പുലി വന്നാൽ ഇനി അവരെ വീട്ടുകാരെ പിടിക്കുന്നതിന് മുമ്പ് ഈ പട്ടിയെ പിടിച്ചോളുമല്ലോ, പട്ടികളെ പിടിക്കുമല്ലോ. അപ്പോൾ പട്ടികളെ പിടിക്കുമ്പോൾ ഇവർക്ക് അറിയാനും പറ്റുമല്ലോ പുലി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഇവിടെ 3-4 ദിവസമായിട്ട് ഒരു സ്ത്രീ വണ്ടിയായിട്ട് നടന്നിട്ട് ഉള്ള പട്ടികളെ മുഴുവൻ പിടിച്ച് വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ വീട്ടിലൊരു പുലി കിണറ്റിൽ വീണമെന്നോ അങ്ങനെ എന്തോ പറയുന്നതെന്ന് കേട്ട്. പിന്നെ കാടൊക്കെ വളരെ ശാന്തമായി കിടക്കുന്നു. പിന്നെ എന്നെപ്പോലെ തന്നെ കാട് കാണാൻ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്, പേടിയാണെങ്കിലും ഇഷ്ടവുമാണ്. പിന്നെ കാട്ടിലൂടെയുള്ളൊരു യാത്രയെന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് വൈബാണ് എല്ലാം കൊണ്ടും. നല്ല തണുത്ത ഒരു അന്തരീക്ഷമായിരുന്നു ഞങ്ങൾ ചെന്നപ്പം. നല്ല തണുത്ത കാറ്റും പിന്നെ ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഈ കാട്ടിൽ കൂടെ പോകുമ്പോൾ.